എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനൊരു വെറൈറ്റി കേക്കാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഇത് കേക്കിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ ഞാനിവിടെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് പിയറാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് യൂസ് ചെയ്യാം. ആപ്പിൾ യൂസ് ചെയ്യാം, പൈനാപ്പിൾ, പഴം, നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഫില്ലിങ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വെറൈറ്റി ആയിട്ടുള്ള കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. കേക്ക് ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ചെറിയൊരു കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് ഇതിൻ്റെ അളവ് ഇരട്ടിച്ചോ എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് മൈദ 100 ml ആണ്, പഞ്ചസാര 100 ml, മുട്ട 1, ബട്ടർ 50 ഗ്രാം, ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, വാനില എസൻസ് 1 ടീസ്പൂൺ. പിന്നെ ഫില്ലിങ്ങിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് പിയറാണ്. നിങ്ങൾക്ക് ഏത് ഫ്രൂട്ട് വേണമെങ്കിലും എടുക്കാം, അത് ഒരെണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ അതിനൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഞാനിവിടെ പട്ട പൊടിച്ചതും ജാതിക്ക പൊടിച്ചതും കൂടി കുറച്ച് ചേർക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ആവശ്യത്തിന് പഞ്ചസാര കൂടി ചേർക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. ഇതാണ് ഞാനിവിടെ എടുത്തിരിക്കുന്ന പിയർ. അപ്പോൾ ഇത് തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് ചെറുതായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്നതാണിത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിന് ചേർക്കാം. ഞാനിവിടെ ഒരെണ്ണമേ ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ ഫില്ലിങ് വേണമെങ്കിൽ ഒരെണ്ണം കൂടി ചേർക്കാം. ഇവിടെ ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്കൊരു ഫ്ലേവറിനായിട്ട് ഞാൻ കുറച്ച് പട്ട പൊടിച്ചതും ജാതിക്ക പൊടിച്ചതും കൂടി ചേർക്കുന്നുണ്ട്. ഇത് നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ ഏലക്കാപ്പൊടി ചേർത്താലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ജാതിക്കപ്പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതൊരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. അപ്പോൾ നമ്മൾ കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കുമ്പോഴത്തേക്കും ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ടാവും. അപ്പോൾ നല്ല ഫ്ലേവർ ഉണ്ടാവും. അതേസമയം തന്നെ നമ്മൾ മിക്സിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഓവൻ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഞാനിവിടെ 180 ഡിഗ്രിയിൽ ഓവൻ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന കേക്ക് ടിൻ. ഇത് ഞാൻ ഗ്രീസ് ചെയ്ത് ലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിങ് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ ഒരു വലിയ ഗ്ലാസിൻ്റെ ബൗളാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ ബട്ടർ ഒന്ന് ചെറുതായിട്ട് ഉരുക്കി വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുകയാണ്. പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ട് ഞാനിത് നന്നായിട്ട് ബീറ്റ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് വിസ്കോ തടിത്തവിയോ ഉപയോഗിച്ച് ബീറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. ഇതിപ്പോൾ നന്നായിട്ട് ക്രീമി പരുവമായിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പരുവം. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് അടുത്തതായി ചേർക്കാൻ പോകുന്നത് മുട്ടയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു വലിയ മുട്ടയാണ് എടുത്തിരിക്കുന്നത്, അത് പൊട്ടിച്ച് ചേർക്കുകയാണ്. മുട്ടത്തോട് അതിൻ്റെ ഉള്ളിൽ വീഴാതെ ഇരിക്കാൻ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് അത് ഇനി വാനില എസൻസ് കൂടി ചേർക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ക്രീമി പരുവമാകുന്നത് വരെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് ക്രീമി പരുവത്തിൽ ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറേശ്ശെയായിട്ട്, ഞാനിവിടെ 100 ml ആണ് മൈദ എടുത്തിട്ടുള്ളത്. ഒരു അരിപ്പ വെച്ചിട്ട് ഈ മൈദയും ബേക്കിംഗ് പൗഡറും കൂടി അരിച്ചിട്ട് ചേർക്കുക. ഞാൻ ബേക്കിംഗ് സോഡ ഇതിൽ എടുക്കുന്നില്ല. ഇത് വളരെ കുറച്ച് ക്വാണ്ടിറ്റി എടുത്തിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ ചെറിയ ബേക്കിംഗ് ട്രേ യൂസ് ചെയ്യുന്നതായിരിക്കും ഇതിന് നല്ലത്. അപ്പോൾ പൊടി കൂടി ഞാൻ അരിച്ച് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് ബീറ്ററൊക്കെ മാറ്റി വെച്ചിട്ട് ഒരു തടിത്തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ബാറ്റർ കൂടുതൽ കട്ടിയായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് റൂം ടെമ്പറേച്ചറിലുള്ള 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ പാൽ കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ ഞാനത് ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ബേക്കിംഗ് ട്രേയിലേക്ക് ഇതിൻ്റെ പകുതി ബാറ്റർ ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുക, ബാക്കി പകുതി മാറ്റി വെക്കുക. അപ്പോൾ പകുതി ബാറ്റർ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്.
ഇനി ഇത് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും ഒരേപോലെ അത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഗ്യാപ്സ് ഒന്നും വരാൻ പാടില്ല, കാരണം നമ്മൾ ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ ഫില്ലിങ് വെക്കാൻ പോകുന്നത്. അപ്പം ആദ്യത്തെ ലെയർ ഞാൻ ലെയർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഓൾറെഡി എടുത്തു വെച്ചിരിക്കുന്ന പിയർ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യമായിട്ടാണ് പിയർ വെച്ച് ട്രൈ ചെയ്യുന്നത്. ആപ്പിളിനെക്കാട്ടിലും വളരെ ടേസ്റ്റി ആയിട്ട് എനിക്കിത് തോന്നി. ആപ്പിളിനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതൊരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ലെയർ ചെയ്ത് കൊടുക്കുക. ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് നട്ട്സൊക്കെ ഇടാം. അപ്പം ഇനി ബാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതുകൂടി ഒഴിച്ചു കഴിഞ്ഞാൽ അതും ഒരേപോലെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒത്തിരി പ്രസ് ചെയ്യാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യാനേ പാടുള്ളൂ. അപ്പം ഇതുപോലെ ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. 2 പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഓവൻ പ്രീ ഹീറ്റായി വന്നിട്ടുണ്ട്. 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്തു. ഇനി ഇതൊരു 30 മിനിറ്റ് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുക. സമയം ഓവൻ അനുസരിച്ച് വേരി ചെയ്യാം, നിങ്ങളത് ശ്രദ്ധിക്കുക. ഇപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കേക്ക് റെഡിയായി. ഇനി ഇത് നമുക്കൊരു കൂളിംഗ് റാക്കിലേക്ക് മാറ്റി വെക്കാം. കേക്ക് റെഡി ആയിട്ടുണ്ട്. ഒരു ടൂത്ത് പിക്ക് എടുക്കുക, നിങ്ങൾ ഇൻസേർട്ട് ചെയ്ത് നോക്കുക. ടൂത്ത് പിക്ക് ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കേക്ക് റെഡിയാണ്. ഇനി ഞാനിതിൽ ഫ്രഷ് ക്രീം ഫ്രോസ്റ്റിംഗ് ആണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഫ്രോസ്റ്റിംഗ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കേക്ക് അപ്പോഴത്തേക്കും നന്നായിട്ട് തണുക്കട്ടെ. ഇവിടെ ഞാൻ 40% ഉള്ള വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. വിപ്പിംഗ് ക്രീമിൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുന്നേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ കാണുക, വിശദമായിട്ട് അതിൽ കാണിച്ചിട്ടുണ്ട്. ഞാനിവിടെ 200 ml വിപ്പിംഗ് ക്രീമാണ് വിപ്പ് ചെയ്യാനായിട്ട് എടുക്കുന്നത്. നല്ലതായിട്ട് തണുത്ത വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ പാത്രം ഞാനിവിടെ തണുപ്പിക്കുന്നില്ല. ചൂടുള്ള സ്ഥലങ്ങളിൽ പാത്രവും നമ്മൾ ഉപയോഗിക്കുന്ന ബ്ലേഡ്സും കൂടി ഫ്രീസ് ചെയ്ത് വെക്കണം. ഞാനിവിടെ ഒരു ടേസ്റ്റിന് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. സ്റ്റിഫ് പീക്സ് വരുന്നത് വരെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഏകദേശം ഒരു 5 മിനിറ്റ് ഞാൻ എടുത്തു ഇത് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഞാനതിവിടെ പെട്ടെന്ന് കാണിക്കുകയാണ്. ഇതിപ്പം നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ബീറ്റിംഗ് നിർത്തിയിട്ട് നമുക്കിത് കേക്കിലേക്ക് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പം ഇതാണ് ഫ്രഷ് ക്രീം ഫ്രോസ്റ്റിങ്. ഇനി ഇത് നമുക്ക് കേക്കിലേക്ക് ഫ്രോസ്റ്റ് ചെയ്യാൻ പോകുന്നതിന് മുന്നേ ഒരു പ്ലാസ്റ്റിക് റാപ്പ് വെച്ചിട്ട് മൂടിയിട്ട് നമ്മൾ ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് കേക്കിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കേക്കൊന്ന് പ്ലേറ്റിലേക്ക് സെറ്റ് ചെയ്യാം. കേക്ക് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. കേക്കിൻ്റെ സൈഡ്സൊക്കെ ഒരു പിച്ചാത്തി വെച്ചിട്ട് വിട്ട് കൊടുക്കുക. ഞാനിവിടെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റാണ് എടുക്കുന്നത്. ഇത് ചെറിയ കേക്കായതുകൊണ്ടാണ്. ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക. വളരെ സോഫ്റ്റായിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കേക്ക് കട്ട് ചെയ്ത് ഫില്ലിങ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് ഇതിൻ്റെ മുകളിൽ മാത്രം ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി ഐസിങ്. അപ്പോൾ
അകത്ത് നമ്മൾ പിയറിൻ്റെ ഫില്ലിംഗ് ഉണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫില്ലിംഗ് ആണത്. ഫ്രഷ് ക്രീമിനെക്കാട്ടിലും വളരെ ടേസ്റ്റിയാണ്. ഫ്രോസ്റ്റിംഗ് എല്ലാ ഭാഗത്തേക്കും ഇട്ട് കൊടുക്കുക. നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. ഞാനിവിടെ പൈപ്പ് ചെയ്ത് കാണിച്ചു തരാം. ഒരു ക്രംബിൾ കോട്ടാണ് ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്നത്. നമ്മളിപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് പൈപ്പ് ചെയ്തെടുക്കുക. ഞാനിവിടെ കുറച്ച് ക്വാണ്ടിറ്റി ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വലിയ കേക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ അതനുസരിച്ച് ഇൻഗ്രീഡിയൻസ് ഡബിൾ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ബട്ടറിന് പകരം ഓയിലും യൂസ് ചെയ്യാം. ബട്ടറാണ് പക്ഷേ ഇതിന് ഒന്നുകൂടെ ടേസ്റ്റ്. അപ്പോൾ എല്ലാവർക്കും ഫ്രൂട്ട് ലെയർഡ് കേക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ പുതിയൊരു റെസിപ്പിയായിട്ട് ഞാൻ ഉടനെ തന്നെ വരാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.